ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡോപ്ലർ ഇഫക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് പ്രോബ്ലംസാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യമേ നിങ്ങൾക്ക് ഡോപ്ലർ ഇഫക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രോബ്ലംസ് ചെയ്യാനായിട്ട് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണം. ആദ്യം തന്നെ ഡോപ്ലർ ഇഫക്റ്റ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഒരു ആംബുലൻസ് സൈറനൊക്കെ ഇട്ട് വരിക എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് അതിനെ സോഴ്സ് എന്ന് വിളിക്കാം. സോഴ്സ്, അതാണ് ഇവിടുത്തെ സോഴ്സ്. ഓക്കെ, ഒരാളിവിടെ നിൽക്കുവാണ്. അയാളെ നമുക്ക് ലിസണർ എന്ന് വിളിക്കാം. ശബ്ദം കേൾക്കുന്ന ആളാണ്, ലിസണറാണ്. സോഴ്സ് അല്ലെങ്കിൽ ആംബുലൻസ് ഇയാളുടെ അടുത്തേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും? അയാൾക്ക് ആ സൈറൻ്റെ ഒച്ച കുറച്ചുകൂടി ഇങ്ങനെ ഫ്രീക്വൻസി കൂടി വരുന്നതായിട്ട് അനുഭവപ്പെടും അല്ലേ? അടുത്തെത്തുമ്പോൾ മാക്സിമം ഫ്രീക്വൻസി അനുഭവപ്പെടും. ഇനി അകന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കും? ആ ഫ്രീക്വൻസി കുറഞ്ഞു വരും അല്ലേ? അപ്പോൾ ഈ ചേഞ്ച് അല്ലെങ്കിൽ ഫ്രീക്വൻസിയിൽ ഉണ്ടാകുന്ന ഈ ചേഞ്ചിനെയാണ് നമ്മൾ ഡോപ്ലർ ഇഫക്റ്റ് എന്ന് പേരിട്ടേക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഴ്സോ ലിസണറോ ആരെങ്കിലും മൂവ് ചെയ്യുമ്പോൾ എന്തിലുണ്ടാവുന്ന ചേഞ്ച്? ഫ്രീക്വൻസിയിൽ ഉണ്ടാവുന്ന ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡോപ്ലർ എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഡോപ്ലർ ഇഫക്റ്റ് നമ്മൾ പറയാൻ നോക്കാം. അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഡോപ്ലർ ഇഫക്റ്റ് എപ്പോഴും ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഴ്സ് ലെഫ്റ്റ് സൈഡിലും ലിസണർ റൈറ്റ് സൈഡിലും ആയിരിക്കണം. ഇനി ഇവർ രണ്ടുപേരും ഈ ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുക, സോഴ്സും ലിസണറും. സാധാരണ കേസിൽ കേട്ടോ നമ്മൾ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് ഇങ്ങനൊരു അസംഷൻ വെച്ചിട്ടാണ്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇക്വേഷൻ എന്താണ്? പുതിയ ഫ്രീക്വൻസിയാണ്. അപ്പോൾ എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു വി മൈനസ് വി എൽ ബൈ വി മൈനസ് വി എസ് ഇൻറ്റു എഫ്. ഇതിൽ ഓരോ ടേംസ് എന്താണെന്ന് പറഞ്ഞുതരാം. വി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ. പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും ഇറ്റ് വിൽ ബി 340 അല്ലെങ്കിൽ 330 എന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ഓക്കെ, 331 ആണ് അപ്രോക്സിമേറ്റ്ലി. ഓക്കെ, നമ്മളത് റൗണ്ട് ഓഫ് ചെയ്ത് 330 എന്നൊക്കെ പറയും. വി എൽ എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ദ ലിസണർ എന്ന് പറയുന്നത് ശബ്ദം കേൾക്കുന്ന ആൾ. ചിലപ്പോൾ അയാൾ റെസ്റ്റിലാണെങ്കിൽ വെലോസിറ്റി 0 ആയിട്ട് എടുക്കുക. ചിലപ്പോൾ അയാൾ നീങ്ങുകയെന്ന് പറയും, അപ്പോൾ വെലോസിറ്റി എത്ര ആയിട്ട് എടുക്കുക? തന്നേക്കണ വാല്യൂ എടുക്കുക. വി എസ് എന്ന് പറയുന്നത് സോഴ്സിൻ്റെ വെലോസിറ്റിയാണ്. ഇപ്പോൾ നേരത്തെ എടുത്ത എക്സാമ്പിൾ സോഴ്സ് ഏതായിരുന്നു? ആംബുലൻസ് ആയിരുന്നു അല്ലേ? അപ്പോൾ ആംബുലൻസ് ഇപ്പോൾ ഒരു 50 km/h മൂവ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ വി എസിൻ്റെ വാല്യൂ എത്ര എടുക്കണം നിങ്ങൾ? 50. മനസ്സിലായോ? അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ. നമുക്ക് പ്രോബ്ലം തരുമ്പോൾ ഈ രണ്ടും ഇതേ ഡയറക്ഷനിലാണെങ്കിൽ ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. എങ്ങാനും ഏതിൻ്റെയെങ്കിലും ഡയറക്ഷൻ ചേഞ്ച് ആവാമെന്ന് വിചാരിക്കും. ഓപ്പോസിറ്റ് ഡയറക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ വെലോസിറ്റിക്ക് നെഗറ്റീവ് സൈൻ ഇട്ടിട്ട് വേണം ഇതിലെഴുതാൻ കേട്ടോ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ലിസണർ ഇങ്ങോട്ടാണ്, പക്ഷേ സോഴ്സ് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ വന്നു. അപ്പോൾ സോഴ്സിൻ്റെ വെലോസിറ്റി ഓപ്പോസിറ്റായി. അപ്പോൾ അതിന് നമ്മൾ നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കണം. വി എസിന് നെഗറ്റീവ് സൈൻ കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇക്വേഷൻ എന്താവും? വി മൈനസ് വി എസിന് പകരം എന്താവും? വി മൈനസ് വി എസ് എന്ന് എഴുതുക. അപ്പോൾ അത് പ്ലസ് ആവും. ഓക്കെ, അങ്ങനെ മാറ്റം വരുത്താൻ അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആലോചിച്ചാൽ മതി. എപ്പോഴും സോഴ്സും ലിസണറും ഇങ്ങോട്ടാണ്, സോഴ്സാണ് മുമ്പിൽ, ലിസണർ അത് കഴിഞ്ഞിട്ടാണ്. അല്ലെങ്കിൽ സോഴ്സ് ലെഫ്റ്റിലും ലിസണർ റൈറ്റിലും ആണെന്ന് വിചാരിക്കുക. ഈ ഡയറക്ഷൻ മാറിക്കഴിഞ്ഞാൽ നെഗറ്റീവ് സൈൻ കൊടുത്തോളണം വെലോസിറ്റിക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി, പ്രോബ്ലംസ് ചെയ്യാം. ഒരു ഫസ്റ്റ് പ്രോബ്ലം ഐ വിൽ ടേക്ക് ദിസ് ഫസ്റ്റ് 1 minute. Okay, this is the first problem. So I will read it.
A woman is traveling in a car at a speed 25 meters per second. She is moving away from a source producing a sound 512 Hz. Calculate the frequency of sound heard by her. ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എ വുമൺ ഈസ് ട്രാവലിംഗ് ഇൻ എ കാർ അറ്റ് എ സ്പീഡ് 25 മീറ്റർ പെർ സെക്കൻഡ്. വുമൺ ട്രാവൽ ചെയ്യുകയാണ്. അപ്പോൾ വുമൺ ആണ് ഇവിടുത്തെ ലിസണർ. അവൾ ട്രാവൽ ചെയ്യുകയാണ്. അപ്പോൾ അതിനൊരു വെലോസിറ്റി ഉണ്ടാവുമല്ലോ. ആ വെലോസിറ്റി എത്രയാണ്? 25 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ അത് നമ്മൾ എഴുതണം. ലിസണറിൻ്റെ വെലോസിറ്റി 25 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? She is moving away from the source producing a sound of 512 Hz. സൗണ്ടിൻ്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട് എത്ര? 512 ഹേർട്സ്. സൗണ്ടിൻ്റെ ഫ്രീക്വൻസി എത്ര? 512 ഹേർട്സ്. അപ്പോൾ ഫ്രീക്വൻസി എഫ് ഈസ് ഈക്വൽ ടു 512 ഹേർട്സ് എന്ന് എഴുതാം. ഇനി സൗണ്ടിൻ്റെ വെലോസിറ്റി നമുക്കറിയാം 340 മീറ്റർ പെർ സെക്കൻഡ്. ഒരു കാര്യം കൂടി തന്നിട്ടുണ്ട്. ഇനി സൈനൊക്കെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു കാര്യം കൂടി തന്നിട്ടുണ്ട് നമുക്ക്. എന്താണ്? യെസ്, ഗിവൺ ആസ് ദ വുമൺ ഈസ് മൂവിങ് അവേ ഫ്രം ദ സോഴ്സ് എന്ന് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ സോഴ്സ് ഇവിടെയാണെന്ന് വിചാരിക്കാം. സോഴ്സ് ഇവിടെയാണ്. അത് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. സോഴ്സിൻ്റെ ഡയറക്ഷൻ അല്ല പൊസിഷൻ മാറ്റാൻ പറ്റത്തില്ല. ഇനി ഇവിടെയാണ് നമ്മുടെ ലിസണർ. അതും നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. പക്ഷെ കണ്ടീഷൻ എന്താ? സോഴ്സിൽ നിന്ന് ലിസണർ അകന്ന് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അകന്ന് പോകുമെന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേ പോകാൻ പറ്റുള്ളൂ. ലിസണറിന് അകന്ന് പോകുമെന്ന് പറയുമ്പോൾ സോഴ്സ് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്. അതിൻ്റെ ഡയറക്ഷൻ മാറ്റാൻ പറ്റില്ല. ലിസണർ അകന്ന് പോകുമെന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങോട്ടേ പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പുറത്തെ ഡയറക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ലിസണർ അകന്ന് പോവുമോ? ലിസണർ സോഴ്സിലേക്ക് അടുത്തേക്ക് പോകുമെന്ന് പറയാൻ പറ്റത്തുള്ളൂ അല്ലേ? അപ്പോൾ ലിസണർ അകന്ന് പോകുന്നെങ്കിൽ ഇങ്ങനെ വേണം ഡയഗ്രം വരയ്ക്കാൻ. അപ്പോൾ എല്ലാം പോസിറ്റീവായിട്ട് എടുത്തോളണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അസ്യൂം ചെയ്ത കണ്ടീഷൻ തന്നെയാണ്. അപ്പോൾ ഒരു മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. നെഗറ്റീവ് സൈൻ ഇടേണ്ട ആവശ്യമില്ല വെലോസിറ്റിക്ക്, കേട്ടോ. ഇനി സോഴ്സിൻ്റെ വെലോസിറ്റി തന്നിട്ടുണ്ടോ ഇവിടെ? ഇല്ല. മീൻസ് അപ്പോൾ സോഴ്സ് റെസ്റ്റിലാണ്. മനസ്സിലായോ? സോഴ്സ് ഇവിടെ റെസ്റ്റിലാണ്, കേട്ടോ. അപ്പോൾ സോഴ്സിൻ്റെ വെലോസിറ്റി വി എസ് നമുക്ക് എത്രയായിട്ട് എടുക്കാം? സോ ഐ വിൽ ടേക്ക് ദ വി എസ് ഈസ് ഈക്വൽ ടു 0 മീറ്റർ പെർ സെക്കൻഡ്. ഇനി ഫോർമുല അറിയാലോ നിങ്ങൾക്ക്. എന്താ ഫോർമുല? എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു വി മൈനസ് വി എൽ ബൈ വി മൈനസ് വി എസ് ഇൻറ്റു എഫ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എല്ലാവരും തന്നിട്ടുണ്ട്. വി എത്രയാ? ഐ വിൽ സബ്സ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, വി എത്രയാണ് നിൽക്കുന്നത്? 340 മൈനസ് വി എൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 25 ഡിവൈഡഡ് ബൈ വി 340 മൈനസ് 0 ഇൻറ്റു എഫ് എത്രയാണ്? 512. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൻസർ കിട്ടും. ഓക്കെ, യൂണിറ്റ് എന്ത് എഴുതണം? ഫ്രീക്വൻസി ആയിരുന്നുകൊണ്ട് ഹേർട്സ് എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മൂവിങ് ടു നെക്സ്റ്റ് പ്രോബ്ലം. Okay, just 1 minute. I want to load this problem. Okay, this is the next problem. A car is moving at a speed 72 km per hour. Sound its whistle, which has a frequency of 550 Hz. Find the frequency heard by the stationary listener as the car approaches and recedes from the listener. Velocity of sound is equal to 340 meters per second. This is a question. So first of all, you have to interpret the question, or what you have to understand what is the question is. Okay, just we can discuss. A car is moving at a speed 72 km/h. Sound its whistle, which has a frequency 550 Hz. ഒരു കാറ് മൂവ് ചെയ്യാണ്. കാറിൻ്റെ വിസിലാണ് സൗണ്ട് ഉണ്ടാക്കുക. ഒരു കാറ് മൂവ് ചെയ്യാണ്. കാറിൽ നിന്ന് വിസിലടിക്കുകയാണ്, അല്ലെങ്കിൽ വിസിൽ സൗണ്ട് കേൾക്കുകയാണ്. ആ സൗണ്ടിൻ്റെ ഫ്രീക്വൻസി എത്രയാണ്? 550 ഹേർട്സ് ആണ്. ഇനി ഫൈൻഡ് ദ ഫ്രീക്വൻസി ഹേർഡ് ബൈ ദ സ്റ്റേഷനറി ലിസണർ ആസ് ദ കാർ അപ്രോച്ചസ് ആൻഡ് ദെൻ റിസീഡ്സ് ഫ്രം ദ
റിസീവ്ഡ് ഫ്രം ദ ലിസണർ. ലിസണർ സ്റ്റേഷനറി ആണെന്ന് തന്നിട്ടുണ്ട്. രണ്ട് കേസിലെ ഫ്രീക്വൻസീസ് കണ്ടുപിടിക്കണം. ഒന്ന് എപ്പോഴാണ്? വെൻ ദ കാർ അപ്രോച്ചസ് ദ ലിസണർ ആൻഡ് ദ കാർ റിസീവ്സ് ഫ്രം ദ ലിസണർ. കാറ് നമ്മുടെ ലിസണറിനെ അപ്രോച്ച് ചെയ്യുമ്പോഴും കണ്ടുപിടിക്കണം, റിസീവ് ചെയ്യുക എന്ന് വെച്ചാൽ അകന്നു പോകുമ്പോഴും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് തന്നേക്കണ കാര്യങ്ങളൊക്കെ ഫസ്റ്റ് നമുക്ക് അപ്രോച്ച് ചെയ്യുന്ന കേസ് എടുക്കാം. ഇഫ് ദ കാർ approaches listener. The car approaches listener. Okay, then car approaches listener ആണെങ്കിൽ ഡയഗ്രാം എങ്ങനെ വരും? യെസ്, കാർ ഈസ് എ സോഴ്സ്, ലിസണർ എവിടെയാണ്? അപ്രോച്ച് ചെയ്യാന്ന് പറയുമ്പോൾ സോഴ്സിന് ഇങ്ങോട്ടേ മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എടുക്കുന്ന കേസ് തന്നെ. ഓക്കെ, അപ്പോൾ വാല്യൂസൊക്കെ എഴുതുക. ഒന്നും നെഗറ്റീവ് ഇല്ല ഇവിടെ, വാല്യൂസൊക്കെ അതേപടി എഴുതുക. വെലോസിറ്റി ഓഫ് ദ ലിസണർ തന്നിട്ടുണ്ടോ? വെലോസിറ്റി ഓഫ് ലിസണർ എത്രയാണ്? 0, ബിക്കോസ് ലിസണർ ഈസ് അറ്റ് റെസ്റ്റ്. സെക്കൻഡ് കേസ് എന്താണ്? എ കാർ ഈസ് മൂവിങ് അറ്റ് എ സ്പീഡ്. അപ്പോൾ സോഴ്സിൻ്റെ വെലോസിറ്റി തന്നിട്ടുണ്ട്. VS ഈസ് ഈക്വൽ ടു 72 km/h ആണ്. അതിന് m/s മാറ്റണം. അതിനെന്ത് ചെയ്യണം? നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. km/h m/s ആക്കാൻ വേണ്ടി 5/18 വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ? 5/18 വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് 20 എന്ന് കിട്ടും. 20 m/s എന്ന് കിട്ടും. ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. ഒരു കാര്യം കൊണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? ഫ്രീക്വൻസി F ഈസ് ഈക്വൽ ടു എത്രയാണ് തന്നിരിക്കുന്നത്? 550 Hz എന്ന് തന്നിട്ടുണ്ട്. ഇനി ഫോർമുല എഴുതുക. ഫോർമുല എന്താണ്? ഐ വിൽ ജസ്റ്റ് റൈറ്റ് ദിസ് ഫോർമുല ഹിയർ. F' ഈസ് ഈക്വൽ ടു V minus VL by V minus VS into F. That is equal to V that is V എത്ര? 340 ആണ്. അത് മാറ്റമില്ല, 340 മൈനസ് VL എത്രയാ? 0 ഡിവൈഡഡ് ബൈ 340 മൈനസ് VS എത്രയാ? 20 ഇൻറ്റു F എത്രയാ? 550 അല്ലേ? 550 ചെയ്ത ആൻസർ കണ്ടുപിടിക്കുക. യൂണിറ്റ് ഹെർട്സ് എഴുതുക. അതുപോലെ അടുത്ത കേസ് നോക്കാം. ഇപ്പോൾ ഒരു കേസ് നമ്മൾ എഴുതിയിട്ടുള്ളൂ. സോഴ്സ് അല്ലെങ്കിൽ കാറ് ലിസണറിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യുന്ന കേസാണ് എഴുതിയിരിക്കുന്നത്. അടുത്ത കേസ് ചെയ്യാം. സോഴ്സ് മൂവിങ് എവേ ഫ്രം ദ ലിസണർ. സോഴ്സ് മൂവിങ് എവേ ഫ്രം ദ ലിസണർ. എന്നൊരു കേസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഡയഗ്രാം നിങ്ങൾ വരച്ച് നോക്കുക. എപ്പോഴും ഇങ്ങനത്തെ പ്രോബ്ലംസ് വരുമ്പോൾ ഡയഗ്രാം നിങ്ങളൊന്ന് വരച്ച് നോക്കുക. സോഴ്സ് ഇവിടെ വരയ്ക്കണം, ലിസണർ ഇവിടെ വരയ്ക്കണം അല്ലേ? സോഴ്സ് ഇവിടെ, ലിസണർ ഇവിടെ. അകന്ന് പോകണം. സോഴ്സ് ലിസണറിൽ നിന്ന് അകന്ന് പോകണം. അതല്ലേ നമുക്ക് കേസ് തന്നേക്കുന്നത്. അപ്പോൾ അകന്ന് പോകണം എന്ന് കാട്ടാൻ വേണ്ടി ലിസണർ അനങ്ങത്തില്ല, കാരണം ലിസണർ ഈസ് അറ്റ് റെസ്റ്റ്. അപ്പോൾ അവനൊന്നും മാറ്റാൻ പറ്റത്തില്ല. സോഴ്സിനെ മാറ്റണം. സോഴ്സിനെ എങ്ങോട്ട് മാറ്റണം? ഇങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം സോഴ്സും ലിസണറും അകന്ന് പോകാമെന്ന് പറയാം. ഇപ്പോൾ അകന്ന് പോകുന്നതായിട്ട് കാണിക്കുന്നില്ലേ? അപ്പോൾ അകന്ന് പോകുമ്പോൾ സോഴ്സിൻ്റെ വെലോസിറ്റി നെഗറ്റീവ് സൈൻ എടുത്തോളണം കേട്ടോ. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയി, അപ്പോൾ നെഗറ്റീവ് സൈൻ എടുക്കുക. നെഗറ്റീവ് സൈൻ എടുക്കുമ്പോൾ കാര്യങ്ങളൊക്കെ എഴുതാം. VS ഈസ് ഈക്വൽ ടു -20 m/s എന്ന് എഴുതണം. ഇനി VL 0 തന്നെയാണ് നേരത്തെ കേസ്. F ഈസ് ഈക്വൽ ടു 550 Hz ആണ്. അപ്പോൾ F' ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? V minus VL by V minus VS ഇൻറ്റു F. വാല്യൂസ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നെഗറ്റീവ് സൈൻ ഉള്ളതൊക്കെ സൈനോട് കൂടി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ പ്രോബ്ലം അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞു തരാം. ഓക്കെ, ആൻസേഴ്സ് പറഞ്ഞിട്ടേക്കാം. നിങ്ങൾ ചെയ്തിട്ട് ചെക്ക് ചെയ്യുക ആൻസേഴ്സ് കറക്റ്റ് ആണോ എന്ന്. ഒന്ന്, അപ്രോച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് 584.3 ഹെർട്സും റിസീഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അകന്നു പോകുമ്പോൾ കിട്ടുന്നതെന്ന് പറയുന്നത് 519
0.4 ഹെർട്സുമാണ്. ഓക്കെ, പ്ലീസ് ചെക്ക് ദിസ് ആൻസേഴ്സ് ആഫ്റ്റർ ഡൂയിങ് ദിസ്. ഡോണ്ട് കോപ്പി ദിസ് ആൻസേഴ്സ് വെറുതെ കോപ്പി ചെയ്ത് വെക്കരുത്. ചെയ്ത് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ആ ചോദ്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ഡോപ്ലർ ഇഫക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രോബ്ലം അല്ല, ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. ഐ തിങ്ക് ഞാനിത് ഓൾറെഡി നോട്ട്ബുക്കിൽ തന്നേക്കുന്നതാണെന്ന് തോന്നുന്നു, എന്നാലും ജസ്റ്റ് പറഞ്ഞേക്കാം. ഇൻ എ ലബോറട്ടറി, രാജു യൂസസ് എ ട്യൂണിംഗ് ഫോർക്ക് ഇൻ റെസനൻസ് കോളം എക്സ്പെരിമെൻറ്റ്. ഇപ്പോൾ കഴിഞ്ഞ ലെക്ചറിൽ ഞാൻ പറഞ്ഞതാണ് വാട്ട് യു മീൻ ബൈ റെസനൻസ് കോളം എക്സ്പെരിമെൻറ്റ്. ഓർമ്മയുണ്ടാവണമെന്ന് വിചാരിക്കുന്നു. വാട്ട് ടൈപ്പ് ഓഫ് വേവ് ഈസ് പ്രൊഡ്യൂസ് ഇൻ ദ ട്യൂണിംഗ് ഫോർക്ക് ഇൻ ദ കേസ്? എന്ത് ടൈപ്പ് ഓഫ് വേവ് ആയിരിക്കും ഉണ്ടാവുക? ആൻസർ ഈസ് സ്റ്റാൻഡിംഗ് വേവ്. വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ മെൻഷൻ ദ 4 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദീസ് വേവ്സ്? സ്റ്റാൻഡിംഗ് വേവ്സിൻ്റെ പ്രോപ്പർട്ടീസ് എഴുതാം. ഫസ്റ്റ് പോയിൻ്റ് എന്താ? ഇൻ ദിസ് വേവ് ദ ഡിസ്റ്റർബൻസ് ഡസ് നോട്ട് അഡ്വാൻസ് ഫോർവേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം സ്റ്റാൻഡിംഗ് വേവിൻ്റെ ഡയഗ്രാം വരയ്ക്കുന്നത് എങ്ങനെയാണ്? ഓക്കെ, അപ്പോൾ ഒരിക്കലും ഇത് എന്താ പറയുക, ഇപ്പോൾ ഒരു സ്ട്രിങ് നമ്മൾ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കെട്ടിക്കുകയാണെങ്കിൽ ഈ ഒരു വേവ് ഇവിടെ ചെന്ന് ഇടിക്കും, തിരിച്ചതെന്ത് ചെയ്യും? റിട്ടേൺ വരും. അതൊരിക്കലും അഡ്വാൻസ് ചെയ്ത് ട്രാവൽ ചെയ്ത് കുറേ ദൂരം പോകത്തില്ല, അല്ലെങ്കിൽ അഡ്വാൻസ് ചെയ്ത് പോകുന്നില്ല. അതാണ് ഫസ്റ്റ് പോയിൻ്റ് പറയുന്നത്. സെക്കൻഡ് പോയിൻ്റ്, സർട്ടൻ പാർട്ടിക്കിൾ ഹാവ് സീറോ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ദീസ് ആർ കോൾഡ് നോട്ട്സ്. ഒക്കെ അറിയാവുന്നതാണ്, സീറോ ഡിസ്പ്ലേസ്മെൻറ്റ് ഉള്ളതിന് അല്ലെങ്കിൽ സീറോ ആംപ്ലിറ്റ്യൂഡ് ഉള്ളതിന് നമ്മൾ നോട്ട്സ് എന്ന് പറയും. സർട്ടൻ പാർട്ടിക്കിൾസ് ഓഫ് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഉള്ളതിന് നമ്മൾ എന്ത് വിളിക്കും? ആൻറ്റി നോഡ് എന്ന് വിളിക്കും. ഇനി അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് നോഡ്സ് ഓർ ആൻറ്റി നോഡ്സ് ഈസ് λ/2. കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആക്കി തരാം. ആസ് യു നോ, this is a സ്റ്റാൻഡിംഗ് വേവ്. ഓക്കെ, ഇതൊരു നോഡ്. ഇതാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 അഡ്ജസൻറ്റ് നോഡ്സ് എന്ന് പറയുന്നത്. ദിസ് ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസിനെയാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 അഡ്ജസൻറ്റ് നോഡ്സ് എന്ന് പറയുന്നത്. ഇത് എപ്പോഴും λ/2 ആയിരിക്കും. വൈ ഇറ്റ് ഇസ് λ/2? ആസ് യു ഓൾ നോ, ദിസ് ഈസ് എ ഫുൾ വേവ്. ഇതെന്ന് പറയുന്ന ഒരു ഫുൾ വേവ് ആണ് അല്ലേ? പക്ഷേ ഇത്രയും എന്ന് പറയുന്നത് ആ ഒരു വേവിൻ്റെ പകുതിയേ ഉള്ളൂ. അപ്പോൾ വേവ് ലെങ്ത് എത്രയായിരിക്കും? λ/2 ആയിരിക്കും. അതാണ് ആ പോയിന്റിൽ പറയുന്നത്. ദെൻ ദ എനർജി ക്യാരിഡ് ബൈ ദ വേവ് ഇൻ എനി പാർട്ടിക്കുലർ ഡയറക്ഷൻ 0. അല്ലെങ്കിൽ അത് ആ വേവ് എനർജി ക്യാരി ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയും പ്രോപ്പർട്ടീസാണ് ഈ വേവിന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, ദെൻ I want to discuss one more problem with you. I'll give you now. Then ഒരു ക്വസ്റ്റ്യൻ ഞാൻ എഴുതാം, അതോടൊപ്പം ക്വസ്റ്റ്യൻ പറയുകയും ചെയ്യാം. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ അപ്പോൾ എന്നോടൊപ്പം എഴുതിയെടുക്കുക. A source of sound of frequency 256 hertz is in between listener and a wall. If the source is moving towards the listener, moving towards a wall ആണ്, ലിസണർ അല്ല, towards a wall with a velocity 5 meter per second,
ഫൈൻഡ് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി. ഫൈൻഡ് ദ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി. ഫൈൻഡ് ദ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി. ചോദ്യം എന്നോടും പറയാം. എ സോഴ്സ് ഓഫ് സൗണ്ട് ഓഫ് ഫ്രീക്വൻസി 256 Hz in between a listener and a wall. If the source is moving towards a wall with a velocity 5 meter per second, how find the change in frequency. ഇവിടെ തന്നിരിക്കുന്ന കേസ് എന്താ? ഒരു സോഴ്സ് എങ്ങനെ മൂവ് ചെയ്യുന്നത്? ലിസണറിനും വാളിനും ഇടയ്ക്ക് മൂവ് ചെയ്യാണ്. അപ്പോൾ നമുക്കറിയാം എപ്പോഴും ലിസണർ ഇവിടെ വരയ്ക്കണം, സോഴ്സ് ഇവിടെ വരയ്ക്കണം. അപ്പോൾ സോഴ്സ് ലിസണറിനും വാളിനും ഇടയ്ക്കാന്ന് പറയുമ്പോൾ വാൾ എവിടെ വരയ്ക്കണം? ഇത് സോഴ്സ്, ഇത് ലിസണർ. അപ്പോൾ വാൾ എവിടെ വരയ്ക്കണം? വാൾ ഇവിടെ അല്ലേ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. വാൾ ഇവിടെയാണ്. ഇനി സോഴ്സ് എന്ത് ചെയ്യാണ്? ഇഫ് ദ സോഴ്സ് ഈസ് മൂവിങ് ടുവേർഡ്സ് എ വാൾ വിത്ത് എ വെലോസിറ്റി. വാളിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യാണ്. എത്ര വെലോസിറ്റിയിൽ? 5 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? അപ്പോൾ വി എസിൻ്റെ വാല്യൂ VS ഈസ് ഈക്വൽ ടു -5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് എടുത്തോളാം. -5 മീറ്റർ പെർ സെക്കൻഡ്. ഇനി ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. F ഈസ് ഈക്വൽ ടു 256 Hz എന്ന് തന്നിട്ടുണ്ട്. ഇനി വല്ലതും വേണോ? വെലോസിറ്റി ഓഫ് ലിസണർ എത്രയാണ്? 0. വെലോസിറ്റി ഓഫ് ലിസണർ അനങ്ങുന്നില്ല, 0 ആണ് ലിസണറിൻ്റെ വെലോസിറ്റി. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ വിയുടെ വാല്യൂ എത്ര? വിയുടെ വാല്യൂ 340 എടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പാടില്ലേ? അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. ഓക്കെ, ഞാനത് ഓൾറെഡി സ്റ്റെപ്പുകളൊക്കെ പറഞ്ഞു, എന്നാലും ഒന്ന് തന്നെ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എത്ര പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തു? 3 പ്രോബ്ലംസും ഒരു ക്വസ്റ്റ്യനും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ടോട്ടൽ 4 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 4 നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുക, ചെയ്ത് നോക്കുക, പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ അങ്ങ് തീർന്നു. അതിൻ്റെ റിവിഷനും കഴിഞ്ഞു. നെക്സ്റ്റ് ഡേ നമുക്ക് ഇതിൻ്റെ ടെസ്റ്റ് പേപ്പർ ഉണ്ടാവും. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.